ഹലോ കൂട്ടുകാരെ, ഇതാണ് കേട്ടോ നമ്മുടെ ആപ്പ് ക്ലാസിക് ഒബേഡി 2 2023 മോഡൽ കേട്ടോ. അപ്പം ഞാൻ 65,000 കിലോമീറ്റർ വരെ വണ്ടി ഓടിയിട്ടുണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ 65,000 കിലോമീറ്ററിൻ്റെ ഓയിൽ ചേഞ്ച് കഴിഞ്ഞപ്പം മുതലേ ഈ ഒരു പ്രതിഭാസമായിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓയിൽ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക. അതായത് ഇച്ചിരി നല്ല കയറ്റമൊക്കെ നന്നായിട്ട് ഇച്ചിരി ഒരു 3 പേരൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കയറി പോകുമ്പോഴത്തേക്കും സംഭവം അന്നേരത്തേക്ക് വണ്ടി ഹീറ്റായി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഓയിൽ ലൈറ്റ് തെളിയും. പക്ഷേ ഓയിൽ ഇല്ലാത്തതിൻ്റെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു 2017 വണ്ടി ഉണ്ടായിരുന്നതിൻ്റെയും ഓയിൽ ലൈറ്റ് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അന്നേരം ഇതിൻ്റെ ക്രാങ്കിൻ്റെ ബുഷി ആടിപ്പോയിട്ട് ഓയിൽ സർക്കുലേഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ടായിരുന്നു ആ കംപ്ലയിൻറ്റ് വന്നത്. പക്ഷേ ഇത് 65,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും അങ്ങനെ കേട്ടിട്ടില്ല, വേറെ ഒരു ഒച്ചപ്പാടോ ബഹളോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ഓയിൽ ലൈറ്റ് തെളിയുന്നത് ഈ അടുത്ത ദിവസം തുടങ്ങിയൊരു സൂക്കേടാണ്. 65,000 ഓയിൽ സർവീസ് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെന്നും അതുപോലെ തന്നെ ഓയിൽ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്താ, അതൊന്നും അല്ല കംപ്ലയിൻറ്റ്. ഓയിൽ സ്വിച്ചിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല, ഞാനതൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആർക്കെങ്കിലും വണ്ടികൾക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ. അപ്പോൾ നമ്മുടെ ചാനൽ